അതിൻ്റെ വക്താവായ ഏറ്റവും വലിയ ആധികാരിക വക്താവായ RSSന്റെ നേതാവ് ഇപ്പോൾ പറയുകയാണ്, നിങ്ങളെല്ലാവരും വായിച്ചു അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ ഭരണഘടനയെ പറ്റിയാണ്. അദ്ദേഹം പറഞ്ഞത് ഈ ഭരണഘടനയ്ക്കകത്ത് നിന്ന് 2 വാക്കുകൾ മാറും. ആ വാക്കുകളെ പറ്റി അദ്ദേഹം എടുത്തു പറഞ്ഞു. ഏതാണ് ആ വാക്കുകൾ? സോഷ്യലിസം, മതേതരത്വം. ഈ 2 പദങ്ങളും ഇന്ത്യക്ക് ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് നിങ്ങളെല്ലാവരും വായിച്ചു. ആ ചീത്ത വാക്കുകൾ, RSSന്റെ നിഘണ്ടുവിലെ വെറുക്കപ്പെട്ട വാക്കുകൾ, ആ വാക്കുകൾ കൊണ്ട് ഈ ഭരണഘടനയ്ക്ക് ഇനിയും മാറ്റം വരുത്താൻ നൽകാൻ പാടില്ല എന്ന് പറയുന്ന രാഷ്ട്രീയമാണ് രാജ്യം പിടിക്കുന്നത്. ഇത് ചെറിയ വെല്ലുവിളിയല്ല എന്ന് നമുക്കറിയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ വെല്ലുവിളിയെ പറ്റി ഓർമ്മയുണ്ട്. അതുകൊണ്ട് അത് ചെറുക്കാനുള്ള സമരങ്ങളെ പറ്റിയും തന്ത്രങ്ങളെ പറ്റിയും നയങ്ങളെ പറ്റിയും ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് നാം പാർട്ടി കോൺഗ്രസ് രീതിയായ ചണ്ഡീഗഡിലേക്ക് പുറപ്പെടുന്നത്. ചണ്ഡീഗഡിലെ പാർട്ടി കോൺഗ്രസ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമല്ല, ഇന്ത്യൻ പ്രതിപക്ഷത്തിലാകെ തന്നെ മുന്നേറ്റത്തിന്റെ മുന്നേറ്റുകൊണ്ട് കാണിക്കാൻ പോകുന്ന കോൺഗ്രസ് ആണെന്ന് CPI-ക്കാരായ നമുക്ക് ചങ്കുറപ്പോടെ പറയുവാൻ കഴിയും. എന്തുകൊണ്ടെന്നാൽ ഈ പാർട്ടിക്ക് അങ്ങനെ പറയാനുള്ള രാഷ്ട്രീയ ആശയ ധാർമ്മിക അവകാശമുണ്ട്. അതാണ് CPI. സഖാക്കളെ, എന്താണ് കുറ്റം? അവർ പറയുന്നു മതേതരത്വം ഒരു പാശ്ചാത്യ സങ്കല്പമാണ്, സോഷ്യലിസം അനാവശ്യമായൊരു കാര്യമാണ്, അതുകൊണ്ട് അത് രണ്ടും മാറ്റണം. ഇത് ഉറക്കെ പറയുന്ന കാലം വന്നിരിക്കുകയാണ് ഇപ്പോൾ. പണ്ടും BJPക്ക് RSSന് ഈ ലക്ഷ്യമുണ്ടായിരുന്നു. പക്ഷേ അന്നവർക്ക് ഉറക്കെ പറയാൻ ഭയമായിരുന്നു. ഇന്ന് ആ ഭയപ്പാടെല്ലാം മാറ്റി രാജ്യം ഭരിക്കുന്ന BJP, അതിന് വഴി കാണിക്കുന്ന RSS ഒന്നായി പറയുന്നു, ഇത് മാറ്റി എഴുതണം. നാം മറന്നു പോകുന്നില്ല ആ മുദ്രാവാക്യം. അന്ന് മോദി പറഞ്ഞത് എന്താണ്? മോദി പറഞ്ഞത് 400 പാർ എന്നാണ്. 400 പാർ എന്ന് പറഞ്ഞാൽ 400 നിലയിൽ എന്നാണ് അർത്ഥം. എന്താണത്? ഇന്ത്യൻ പാർലമെന്റിൽ 400 നിലയിൽ സീറ്റ് നേടി തങ്ങൾക്ക് ജയിക്കണമെന്നായിരുന്നു പഴയ മുദ്രാവാക്യം. ഈ കഴിഞ്ഞ 24 പ്രകടനത്തിലേക്ക് പോയപ്പോൾ അതാണ് മുദ്രാവാക്യമായി BJP രാജ്യഭാഗം പറഞ്ഞത്. എന്നിട്ട് എന്ത് വേണം? 400 നിലയിൽ സീറ്റ് നേടി ഭൂരിപക്ഷം കിട്ടിയാൽ അവർ പറയുന്നു, അപ്പോൾ ഞങ്ങൾക്ക് ഭരണഘടനയെ മാറ്റാൻ പറ്റും. അതിനാണ് തങ്ങളുടെ മത്സരമെന്ന് അന്ന് പറഞ്ഞ മോദിക്ക് ആ ലക്ഷ്യം നേടാനായില്ല. പക്ഷേ ആ ലക്ഷ്യത്തിൽ നിന്ന് BJP പിന്നോട്ട് പോയിട്ടില്ല. എല്ലാ തരത്തിലുമുള്ള നിഗൂഢ ലക്ഷ്യങ്ങളോടും കൂടി BJP അവിടെ ഇപ്പോൾ നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മളെല്ലാം രാജ്യഭാഗത്തന്നെ ജാഗ്രത പാലിക്കേണ്ട വേളയിലാണ്. CPI-യുടെ എല്ലാ സമ്മേളനങ്ങൾ ചെയ്യുന്ന കാര്യവും നമുക്കറിയാം. ആ ജാഗ്രതയാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് മഹത്വമെന്ന് CPI ചങ്കുറപ്പോടെ വീണ്ടും പ്രഖ്യാപിക്കുകയാണ്. ഉറപ്പാണ്, ഈ ആശയങ്ങളൊന്നും അവരുടേതല്ല. എപ്പോഴും BJP പറയുന്നത് ദേശീയതയെ പറ്റിയാണ്, ഭാരതമാതാവിനെ പറ്റിയാണ്. വാസ്തവത്തിൽ BJP ദേശീയമാണോ? വാസ്തവത്തിൽ RSS ദേശീയമാണോ? സത്യത്തിൽ BJP-യും RSS-ഉം അതിൻ്റെ ആവേശം ഉൾക്കൊണ്ടത് ഇന്ത്യക്കകത്തു നിന്നല്ല. ഭാരത് മാതയെപ്പറ്റി വർത്തമാനം പറഞ്ഞ BJP-ക്ക് സത്യത്തിൽ ഭാരത് മാതാവിൻ്റെ ലക്ഷ്യങ്ങളോടോ സ്വപ്നങ്ങളോടോ ഉള്ളടക്കത്തോടോ മൂല്യത്തോടോ ലവലേശം ബന്ധമില്ല എന്ന കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കറിയാം. എന്തുകൊണ്ടെന്നാൽ അവർക്ക് വഴി കാണിച്ചത് ഇവിടെയുള്ളവരാരുമല്ല. ശരിക്കും പറഞ്ഞാൽ അവർക്ക് വഴി കാണിച്ചത് മുസോളിനിയാണ്, ഹിറ്റ്ലറാണ്. മുസോളിനിയും ഹിറ്റ്ലറും കാണിച്ച വഴിയിലൂടെയാണ് BJP ഉണ്ടായതെന്ന് നമുക്ക് ചരിത്രമെല്ലാം അറിയാം. 100 കൊല്ലം മുമ്പ് 1925 RSS രൂപീകരണമാകുമ്പോൾ എങ്ങനെയാണ് രൂപീകൃതമായത്? കമ്മ്യൂണിസ്റ്റുകാർ ആ കാര്യം നാടുകളോട് വീണ്ടും വിളിച്ചു പറയുകയാണ്. അന്ന് മുസോളിനി ഇറ്റലികൾ തലപൊക്കി. ലോകമെന്ന് ഫാസിസത്തെ കണ്ടു. ആ ഫാസിസത്തിൻ്റെ ഏറ്റവും ഭ്രാന്ത് പിടിച്ച അക്രമരീതിയോട് ഇവിടെ ഒരാൾക്ക് ആവേശം തോന്നി. ആ ആൾ അന്ന് കോൺഗ്രസിലായിരുന്നു. ആളുടെ ലക്ഷ്യമെന്തായിരുന്നു? ആ രീതിക്കൊരു പാർട്ടി സംഘടനയുടെ വളമെന്നായിരുന്നു. അതുകൊണ്ട് അയാൾ സ്വന്തം ചേരിയിലെ മിടുക്കനായ ഒരാളെ ഇറ്റലിയിലേക്ക് പ്രത്യേകിച്ചു. റോമിലേക്ക് പോകാൻ, മുസോളിനിയെ കാണാൻ, സംസാരിക്കാൻ, പാഠങ്ങൾ പഠിക്കാൻ പറഞ്ഞു വരാൻ വേണ്ടി പോയി. അങ്ങനെ പോയ ആളിൻ്റെ പേര് ഡോക്ടർ മുൻജെ എന്നായിരുന്നു. ഡോക്ടർ മുൻജെ അവിടെ പോയി.
മുസോളിനിയെ കണ്ടു, ലക്ഷ്യങ്ങളെല്ലാം പറഞ്ഞു, അവിടെ താമസിച്ചു. തിരിച്ചു വന്ന് ഒരു റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിൽ പറഞ്ഞു, കർശനമായ ആശയ പരിശീലനം, നിശ്ചലമായ സായുധ പരിശീലനം, ഒരേ യൂണിഫോം വേണം, എന്നുമെന്നും വൈകുന്നേരങ്ങൾ കൂടിക്കണ്ടുകൊണ്ട് ചർച്ചകളും ക്ലാസുകളും വഴി ദൃഢമായ മനോഭാവം ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് ശത്രുക്കളെ പറ്റിയുള്ള വൈരാഗ്യം നിരന്തരമായി കുത്തിവെക്കണം. എന്തു ചെയ്തിട്ടും ലക്ഷ്യം നേടുവാൻ വേണ്ടി ശത്രുക്കളെ തുടച്ചു മാറ്റണം. ഇതാണ് ഫാസിസമെന്ന് മുസോളിനി പറഞ്ഞു കൊടുത്തു. ആ പാഠങ്ങൾ അതുപോലെ പകർത്തി ഉണ്ടായ പ്രസ്ഥാനമല്ലേ RSS? അതെങ്ങനെയാണ് ഇന്ത്യയുടെ ഭാഗന്നത്? അത് ഇന്ത്യയുടേതല്ല. ശരിക്കു പറഞ്ഞാൽ RSS ഇന്ത്യയുടേതല്ല. RSSന്റെ വഴിവെട്ടുന്ന BJPയും ഇന്ത്യയുടേതല്ല. അവരെ പറയുന്ന ഭാരത് മാതാവാദം പച്ചക്കള്ളമാണ്. ഭാരതമാതാവിന്റെ ലക്ഷ്യങ്ങളോടോ ആവശ്യങ്ങളോടോ സ്വപ്നത്തോടോ ബന്ധമില്ലാത്ത RSS BJP വാഴ്ചക്കെതിരായിട്ട് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു. ദേശസ്നേഹമുള്ള എല്ലാ ഇന്ത്യക്കാരും അണിനിരത്തുകൊണ്ട് നാം പോരാടും. ആ പോരാട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീർച്ചയായിട്ടും വിജയം വരിക്കും. അതിൻ്റെ ഭാഗമാണ് നാം പാർട്ടി കോൺഗ്രസിൽ അന്വേഷിക്കാൻ പോകുന്നത്. നാം അത് കണ്ടെത്തുകയും ചെയ്യും. അവിടെ തീരുന്നില്ല. മുസോളിനിക്ക് ശേഷം ജർമ്മനിയിൽ ഹിറ്റ്ലർ വന്നു. ആ ഹിറ്റ്ലർ RSSനെ അതിനേക്കാൾ ആവേശം കൊള്ളിച്ചു. അതിൻ്റെ വഴിയാണല്ലോ RSSന്റെ സൈദ്ധാന്തിക വഴികാട്ടിയായിട്ടുള്ള ഗോൾവാൾക്കർ സഞ്ചരിച്ചത്. എല്ലാവർക്കും അറിയാം ഗോൾവാൾക്കറെ. അദ്ദേഹം RSSന്റെ രണ്ടാമത്തെ സബ്സെന്റ് തലക്കായിരുന്നു. ഈ ഗോൾവാൾക്കറാണ് അദ്ദേഹത്തിന്റെ ആശയങ്ങളാണ് RSS എല്ലായിടത്തും പഠിപ്പിക്കുന്ന വിചാരധാരകരെ ഉള്ളടക്കം ബഞ്ച് ഓഫ് തോട്ട്സ് എന്ന പുസ്തകം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ പുസ്തകം അറിയാം. മറ്റൊരു പുസ്തകമുണ്ട്, വി ഓർ അവർ നേഷൻഹുഡ്സ് ഡിഫൈൻഡ് എന്ന പുസ്തകം. ആ രണ്ട് പുസ്തകത്തിലുമായിട്ടാണ് സംഘപരിവാറിൻ്റെ ഐഡിയോളജി അഥവാ ആശയങ്ങൾ അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ആ വിചാരധാര വ്യാപകമായി ഇന്നും വിൽപ്പനയ്ക്കുണ്ട്. കുരുക്ഷേത്ര പബ്ലിക്കേഷൻസിൻ്റെ എല്ലാ പുസ്തകശാലയിലും ആവേശപൂർവ്വം BJPക്കാരും സ്വയംസേവകന്മാരും ഇന്നും ആ പുസ്തകം വിൽക്കുന്നുണ്ട്. ആ പുസ്തകത്തിൻ്റെ ഒരു ഭാഗത്ത് പറയുകയാണ്, ഇന്ത്യക്ക് അകത്തുള്ള ശത്രുക്കൾ 3 പേരുണ്ടെന്ന് അക്കമിട്ട് തന്നെ പറയുന്നു. 1-ാം നമ്പർ ശത്രു മുസ്ലിമുകളാണ്, 2-ാം നമ്പർ ശത്രു ക്രിസ്ത്യാനികളാണ്, 3-ാം ശത്രുവാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഇതാണ് ആ പുസ്തകത്തിലെ കാഴ്ചപ്പാട്. ഇത് മറക്കുമോ BJPക്കാർ, നിഷേധിക്കുമോ RSSകാർ? ഇതാണ് BJP RSS രാഷ്ട്രീയത്തിൻ്റെ കാതൽ. അതുകൊണ്ട് നാട്ടിനകത്തുള്ള ശത്രുക്കളായിട്ട് ഇവിടെ ജനിച്ച, ഇവിടെ ജീവിക്കുന്ന, ഇവിടെ തന്നെ മരിക്കേണ്ടുന്ന ഇന്ത്യയുടെ മക്കളായ കോടാനുകോടി മുസ്ലിമുകളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഇല്ലാതാക്കൽ ലക്ഷ്യമാക്കി പ്രഖ്യാപിച്ച സംഘടനയാണ് RSS. ആ RSSന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് BJP എന്ന്. അതിനാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശങ്കയേതുമില്ല, ആ BJP ഫാസിസ്റ്റാണ്, ദക്ഷിണപക്ഷ ഫാസിസ്റ്റ് പ്രസ്ഥാനമാണ്. ആർക്കെങ്കിലുമെല്ലാം സംശയമുണ്ടെങ്കിൽ അത് അർത്ഥഫാസിസമാണോ അതോ മുഴു ഫാസിസമാണോ നിയോ ഫാസിസമാണോ, ഇതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചർച്ച വിഷയമല്ല. സംശയലേശമന്യേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു. മുസോളിനിയെയും ഹിറ്റ്ലറെയും വഴികാട്ടിയായി സ്വീകരിച്ചുകൊണ്ട് ആ വഴിക്ക് നീങ്ങുന്ന RSS നയിക്കുന്ന BJPയെ പറ്റി സംശയം CPIക്കില്ല, അത് ഫാസിസ്റ്റാണ്. ആ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ ഒരുവനെ പറ്റി പറയുമ്പോൾ ആരെല്ലാമോ പറയുന്നു, അങ്ങനെയാണെങ്കിൽ യോഗം നടത്താമോ, അങ്ങനെയാണെങ്കിൽ പുസ്തകം എഴുതാമോ? അവരറിയേണ്ടത് ഹിറ്റ്ലർ വന്നതും അങ്ങനെ തന്നെയായിരുന്നു. ആദ്യം യോഗം നടത്താമായിരുന്നു, പുസ്തകം എഴുതാമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന പാർലമെന്റ്, ആ പാർലമെന്റിലേക്ക് ഹിറ്റ്ലർ മത്സരിച്ചത് ഒരു പാർട്ടി ഉണ്ടാക്കിയാണ്. ആ പാർട്ടിയുടെ പേര് ഫാസിസ്റ്റ് പാർട്ടി എന്നല്ലായിരുന്നു. ആ പാർട്ടിക്ക് ഹിറ്റ്ലർ വിളിച്ച പേര് നാഷണൽ സോഷ്യലിസ്റ്റ് പാർട്ടി എന്നാണ്. ആ പാർട്ടിയുടെ പേരിലാണ് അയാൾ മത്സരിച്ചതും ജയിച്ചതും. അധികാരമേറിയപ്പോൾ ഒന്നൊന്നായി അയാൾ എല്ലാത്തിനെയും തുളച്ചു മാറ്റി. പാർലമെന്റില്ല, പാർട്ടികളില്ല, ജനാധിപത്യമില്ല, പത്രമില്ല, ഒന്നുമില്ല. അയാൾ
സാക്ഷാൽ ഫാസിസ്റ്റ് മുഖം കാണിച്ചു. അതുകൊണ്ട് ഗ്യാസ് ചേമ്പറുകളും ഗില്ലറ്റിൻ കൊലകളും ഉണ്ടായാലേ ഫാസിസ്റ്റ് ആകുമെന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്ഷേത്രം വായിച്ചാൽ പറയാൻ പാടില്ല. ക്ഷേത്രം വായിച്ചാൽ എല്ലാവർക്കും അറിയാം അതൊക്കെ പിന്നാലെ വന്നവയാണ്. ആദ്യം വന്നത് ഈ പറയുന്ന നാഷണൽ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. പ്രസംഗമെല്ലാം പാവങ്ങളെ പറ്റിയായിരുന്നു. മോദിയേക്കാൾ വാചാലമായി പറഞ്ഞു ഹിറ്റ്ലർ ദൈന്യതയെപ്പറ്റി, വിശപ്പിനെപ്പറ്റി, ദുരിതങ്ങളെപ്പറ്റി. എന്നിട്ട് എല്ലാവരെയും കൂടെ ചേർത്തു. ജനപിന്തുണ നേടി ഭൂരിപക്ഷമായപ്പോൾ ആ ഹിറ്റ്ലർ സാക്ഷാൽ തലനിറം കാണിച്ചു. അപ്പോഴാണ് ഗില്ലറ്റിൻ കൊലയുണ്ടായത്, അപ്പോഴാണ് ഗ്യാസ് ചേമ്പർ ഉണ്ടായത്. ഈ ചരിത്രമെല്ലാം കമ്മ്യൂണിസ്റ്റുകാർക്ക് തന്നെ കൊണ്ട് പറയാം. നാം ചരിത്രം വായിക്കുന്നത് വായിച്ചു മറക്കാൻ വേണ്ടിയല്ല. ആ ചരിത്ര വായന വർത്തമാനത്തെ മനസ്സിലാക്കാനും പാഠം പഠിക്കാനും വേണ്ടിയാണെന്ന് CPIക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് CPI അതേപ്പറ്റി നല്ല തികഞ്ഞ രാഷ്ട്രീയ വ്യക്തതയുള്ള പാർട്ടിയാണ്. അതിനാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മുഖ്യമായ കടമ, ആ കടമ ഫാസിസ്റ്റ് താപത്തിലെ ചെറുക്കലാണ്. ആ ചെറുക്കൽ പോരാട്ടത്തിൽ യോജിക്കാവുന്ന എല്ലാവരെയും യോജിപ്പിക്കാനുള്ള ആഹ്വാനം മുടക്കിയ ഒന്നാമത്തെ പാർട്ടി CPI ആണ്. 2015 CPI പറഞ്ഞു ഈ ഒരു വിപത്തിന്റെ വാൾമുന നാടിൻ്റെ മേൽ തൂങ്ങിക്കിടപ്പുണ്ട്. ഡെമോക്രസി വരയ്ക്കുമ്പോൾ തൂങ്ങി നിന്ന വാൾമുന പോലെ ഈ വാൾ ഇപ്പോഴും ഇന്ത്യക്ക് മേലുണ്ട്. ആ വാൾ താഴേക്ക് വീഴാൻ പാടില്ല. ആ വാൾ വിടാതിരിക്കാൻ ആവശ്യമായ രാഷ്ട്രീയത്തെ പറ്റി CPI ചിന്തിച്ചു. ആദ്യമായി CPI പറഞ്ഞു ദ മാക്സിമം പോസിബിൾ ബ്രോഡസ്റ്റ് യൂണിറ്റി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ വിശാലമായ ഒരു ഐക്യത വേണം. ആ ഐക്യതയിൽ എല്ലാ മതേതര ജനാധിപത്യ ഇടതുപക്ഷങ്ങളെയും ഒന്നിപ്പിക്കണമെന്ന് CPI പറഞ്ഞു. അത് ഒരു പ്രോഗ്രാമാറ്റിക്കായ പരിപാടികളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഐക്യമില്ലാങ്ങണമെന്നില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ആ അവസ്ഥയിൽ സാധ്യമല്ലായിരുന്നു, ഇപ്പോഴും സാധ്യമല്ല. പക്ഷേ വിശാലമായ ഒരു ഐക്യനില, ജനാധിപത്യം കാക്കാൻ, സെക്യുലറിസം കാക്കാൻ, സോഷ്യലിസം കാക്കാൻ, അതിൻ്റെ എല്ലാം ആദർശകരായ ഭരണഘടനാ മൂല്യങ്ങളെ കാക്കാൻ ആ ഒരു വിശാലമായ പ്ലാറ്റ്ഫോം വേണമെന്ന് ആദ്യമായി പറഞ്ഞ പാർട്ടിയാണ് സഖാക്കളെ നമ്മുടെ പാർട്ടി. ഐക്യതയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ പോരാട്ടം. അതിൽ ഏറ്റമുണ്ടാകും, ഉറക്കമുണ്ടാകും. അതും CPIക്ക് അറിയാം. ഏറ്റമുണ്ടായി, അതായത് ഇന്ത്യ ബ്ലോക്ക്, ഇന്ത്യ സഖ്യം. ആ സഖ്യത്തിന്റെ രാഷ്ട്രീയം ആദ്യം പറഞ്ഞ പാർട്ടിക്കറിയാം. അതിൽ ഇറക്കവും ഉണ്ടായിട്ടുണ്ട്. ആ ഇറക്കത്തിന്റെ കാരണവും നമുക്കെല്ലാം പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ചേർന്ന CPIയുടെ ദേശീയ കൗൺസിൽ പറഞ്ഞത് അതിൽ പ്രധാനപ്പെട്ട ഇറക്കത്തിന്റെ കാരണക്കാർ കോൺഗ്രസ് ആണെന്നാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അത് ഗാന്ധിയുടെ പേര് പറയുമെങ്കിലും നെഹ്റുവിന്റെ പേര് പറയുമെങ്കിലും ആ പാർട്ടിക്ക് വാസ്തവത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മൂർത്തമായ പ്രശ്നങ്ങളെ പറ്റിയുള്ള യഥാർത്ഥമായ ബോധമില്ല. അതുകൊണ്ടാണ് ഇന്ത്യ ബ്ലോക്കിന്റെ പ്രവർത്തനത്തിൽ ആ പാർട്ടിക്ക് അത് വഹിക്കേണ്ട പങ്ക് വഹിക്കാനാകാതെ പോയത്. കോൺഗ്രസ് അത്തരം ഘട്ടങ്ങളിലെല്ലാം ചിന്തിച്ചത് ആ പാർട്ടിക്കകത്തുള്ള ഇടുങ്ങിയ താല്പര്യങ്ങളെപ്പറ്റി മാത്രമാണ്. അല്ലാതെ ഇന്ത്യ സഖ്യത്തിന് പൂർത്തീകരിക്കേണ്ട വിശാലമായ ലക്ഷ്യങ്ങളെപ്പറ്റി കോൺഗ്രസ് പാർട്ടിക്ക് ചിന്തിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന് വേണ്ടത്ര മുന്നോട്ട് പോകാനായിരുന്നെങ്കിൽ ഇന്ന് BJPക്ക് ഇവിടെ ഭരിക്കാൻ കഴിയുമായിരുന്നില്ല. BJPയെ തോൽപ്പിക്കാൻ കഴിയുമായിരുന്നു. അത് കഴിയാതെ പോയത് കോൺഗ്രസ് പാർട്ടി കാണിച്ച രാഷ്ട്രീയമായ ദൂരക്കാഴ്ച ഇല്ലായ്മയാണെന്ന് പറയാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു മടിയുമില്ല. അതിനർത്ഥം ആ രാഷ്ട്രീയം തെറ്റാണെന്നല്ല. ആ രാഷ്ട്രീയം ശരിയാണ്. ശരിയായിരിക്കത്തന്നെ ആ രാഷ്ട്രീയത്തിന് പ്രാവർത്തികമാക്കാനുള്ള ഭൗതികമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ സജ്ജമാക്കാൻ കോൺഗ്രസിന് വരുത്തിയ വീഴ്ചയാണ് ഏറ്റവും വലിയ ഒരു പ്രതിബന്ധമെന്ന് പാർട്ടി കോൺഗ്രസിന്റെ ചർച്ചയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ രാഷ്ട്രീയ കരടരേഖയിൽ നമ്മുടെ ദേശീയ കൗൺസിൽ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. ചർച്ച ആ വഴിക്ക് പുരോഗമിക്കട്ടെ. പക്ഷേ ഒന്നുറപ്പാണ്, ആ സമരത്തിന്റെ ആവശ്യകത ഇന്നത്തെ ഇന്ത്യ വിളിച്ചു പറയുന്നുണ്ട്. ജനങ്ങൾ ദുരിതം പോലെയാണ്. അവരെല്ലായിടത്തും മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്.
കൃഷിക്കാർ, തൊഴിലാളികൾ അവരെല്ലാം ഒരു മാറ്റം വേണമെന്ന് ഇന്ത്യയിലെമ്പാടും കൊതിക്കുന്നുണ്ട്. ആ വികാരമാണ് ജൂലൈ 9 ഈ രാജ്യം കാണാൻ പോകുന്നത്. ആ ദിവസത്തിൽ രാജ്യത്ത് ഏറ്റവും വലിയ ഒരു പണിമുടക്കുണ്ടാകാൻ പോവുകയാണ്. ആ പണിമുടക്കിൽ കർഷകരും തൊഴിലാളികളും ഒറ്റക്കെട്ടായി പോരാടും. ആ പണിമുടക്കം രാഷ്ട്രീയ പോരാട്ടമാണ്. ആ പണിമുടക്കത്തിൽ ഉറപ്പായും പറയാം, കോടാനുകോടി ഇന്ത്യക്കാർ പങ്കെടുക്കും. AITC-യും കിസാൻ സഭയുമെല്ലാം വലിയ പങ്ക് വഹിക്കുന്ന ആ പണിമുടക്കിൽ നിരവധി പ്രസ്ഥാനങ്ങൾ കൈകോർക്കുന്നുണ്ട്. ആ പണിമുടക്കിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൂർണ്ണമായും പിന്താങ്ങും. ഈ ജില്ലാ സമ്മേളനം കഴിയുമ്പോൾ അടിയന്തരമായും നാം ഏറ്റെടുക്കാൻ പോകുന്ന രാഷ്ട്രീയ പ്രവർത്തനം ജൂലൈ 9 പണിമുടക്കിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയ സംഘടന ഒരുക്കമാണെന്ന് ഓരോ CPI-ക്കാർക്കും അറിയാം. ആ വഴിയിലേക്ക് നാം നീങ്ങുകയാണ്. ഈ മോദി ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം എന്തായിരുന്നു? മോദിയാണ് നല്ല നീളമുള്ള വാക്കുകൊണ്ട് എപ്പോഴും പറഞ്ഞത് ആത്മനിർഭർ ഭാരത്. ആത്മനിർഭർ ഭാരത്. വാസ്തവത്തിൽ ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം സ്വയം പര്യാപ്തമായ, സ്വന്തം കയ്യിൽ നിൽക്കുന്ന, നാടിനെപ്പറ്റി ഊറ്റം കൊള്ളുന്ന ഇന്ത്യ എന്നാണ് അർത്ഥം. ആ വർത്തമാനത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ മോദിക്ക്? ഒട്ടുമില്ല. വെറും വായ്ത്താര മാത്രമാണ്. മോദി പറഞ്ഞ ഈ അവകാശവാദം വായ്ത്താര മാത്രമായിരുന്നു. അത് പച്ചക്കള്ളമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവർക്ക് അതിനെപ്പറ്റിയുള്ള രാഷ്ട്രീയ സാമ്പത്തിക ലക്ഷ്യങ്ങളെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാടുമില്ല. ഈ മോദി ഗവൺമെന്റിന്റെ BJP-യുടെ വേറൊരു പ്രിയപ്പെട്ട വാക്യതായിരുന്നു, സാമ്പത്തിക രംഗത്ത് എന്ത് പറയുമ്പോഴും മോദി പറയുന്നത് FDI-യെ പറ്റിയാണ്. FBI ഇംഗ്ലീഷാണ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് അതിനർത്ഥം. വിദേശ പ്രത്യക്ഷ നിക്ഷേപം എന്നാണ് മലയാളം. വിദേശ പ്രത്യക്ഷ നിക്ഷേപം എന്തിനു വേണ്ടിയാണ്? ആത്മനിർഭർ ഭാരതിന് വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ ഉണ്ടാകേണ്ടത് സ്വന്തം കാലിൽ നിൽക്കുന്ന ഇന്ത്യയാണ്, സ്വന്തം നാടിനെ പറ്റിയുള്ള അഭിമാനം കൊള്ളേണ്ട ഇന്ത്യയാണ്. പക്ഷേ അതിൻ്റെ വഴി ഏതാണ്? അതിൻ്റെ വഴി FDI-ആണ്, വിദേശ മൂലധനമാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹാക്കളെ, നമുക്കറിയാം എത്ര വലിയ കൊലച്ചതിയാണ്, എത്ര വഞ്ചനകളാണ് അഭിപ്രായത്തിനകത്തുള്ളത്. ഈ നാടിൻ്റെ ആത്മനിർഭരതയുടെ പൂട്ടും താക്കോലും അവർ ഏൽപ്പിക്കാൻ പോകുന്നത് വിദേശ കൊള്ളക്കാരെയാണ്, FDI-യെ തന്നെയാണ്. നാടനും മറുനാടനുമായ എല്ലാ കൊള്ളക്കാരെയും തൊട്ടിയും താക്കോലും ഏൽപ്പിച്ചുകൊണ്ട് അവർ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ത്യയാണ്. അത്രയും ആ ഇന്ത്യക്കിട്ട പേരാണ് ആത്മനിർഭർ ഭാരത്. കല്ല് വെച്ച വഞ്ചനയെ നിന്റെ പേരാണോ BJP എന്ന് മന്ത്രിക്കുകയാണ്. ആ BJP-ക്ക് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ നാടിൻ്റെ ജനങ്ങളുടെ മനസ്സിൽ ദിനം പ്രതി ഉണ്ടായിരുന്ന അംഗീകാരം കുറയുകയാണ്. അത് മറിച്ചെടുക്കാൻ വേണ്ടിയാണ് BJP ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ലോകത്തെവിടെയും പരാജയപ്പെടുമ്പോൾ ചൂഷകവർഗത്തിൻ്റെ വഴിയാണ് അവർക്ക് ജനങ്ങളെ ഭിന്നിപ്പിക്കണം. ഭിന്നിപ്പിക്കാൻ അവർ മതങ്ങളെ കരുവാക്കും, വിശ്വാസങ്ങളെ കരുവാക്കും, ദൈവത്തെ കരുവാക്കും. ഇന്ത്യയിൽ നാം കാണുന്നുണ്ട് BJP ദൈവത്തെ, മതത്തെ, വിശ്വാസങ്ങളെല്ലാം കരുവാക്കിക്കൊണ്ട് ഉയർന്നു വരുന്ന കർഷക, തൊഴിലാളി, ജനകീയ ഐക്യത്തെയും മുന്നേറ്റങ്ങളെയും ശിഥിലമാക്കാൻ ശ്രമിക്കുന്ന കാഴ്ച നാം കാണുന്നുണ്ട്. അതിനെ ചെറുത്തേരിയിടും. അതിനെ ചെറുത്തുകൊണ്ട് ജനങ്ങളെ, തൊഴിലാളികളെ, കൃഷിക്കാരെ, പാവങ്ങളെ അവരെല്ലാവരെയും ഒന്ന് ചേർത്തുകൊണ്ടുള്ള ഒരു വലിയ രാഷ്ട്രീയ ഐക്യത്തിലേക്ക് മാത്രമേ ഇന്ത്യയെ വാസ്തവത്തിൽ ആത്മനിർഭർ ഭാരതാക്കാൻ പറ്റൂ. ആ ഇന്ത്യക്ക് വാസ്തവത്തിൽ ഇന്ത്യയുടെ മാനം കാക്കാൻ പറ്റൂ. അതിൻ്റെ ആശയങ്ങളെ പറ്റിയാണ് നാം ചിന്തിക്കുന്നത്. പക്ഷേ BJP-ക്ക് ആ ചിന്തയില്ല. ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നാളെ എന്താണ് മാർഗം? എന്താണ് ഇന്നത്തെ മുദ്രാവാക്യം? ഏത് പള്ളി കൊടുക്കണം, ഏത് അമ്പലം പുതുക്കണം? ഇതാണ് BJP ലക്ഷ്യം. വാസ്തവത്തിൽ മതഭ്രാന്തിൻ്റെ വർഗീയ രൂപമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന BJP. ഇത് മതത്തിൻ്റെ മാർഗമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്ര അടിത്തറ എല്ലാവർക്കും അറിയാം, അത് ഭൗതികവാദമാണ്. പക്ഷേ നമുക്കറിയാം മതം ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യയിൽ യാഥാർത്ഥ്യമാണ് മതം.
നാം അതിനെ അതുകൊണ്ട് തന്നെ അംഗീകരിക്കേണ്ട യാഥാർത്ഥ്യമേ തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ വെച്ച് പ്രഖ്യാപിക്കുന്നു, മതങ്ങളോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബന്ധം തീർച്ചയായിട്ടും സ്വകാര്യമായ ബന്ധമായിരിക്കും. മതഭ്രാന്തനെ എതിർക്കുവാൻ വേണ്ടി CPI എല്ലാ മതങ്ങളിലും പെട്ട നീതിബോധമുള്ള എല്ലാവരുമായി കൈകോട്ട് പിടിക്കും. ശത്രു മതമല്ല, മതഭ്രാന്താണ്. എതിരാളി മതമല്ല, മതഭൗതികവാദമാണ്. എതിരാളി യഥാർത്ഥത്തിലുള്ള ദൈവവിശ്വാസമല്ല, മറിച്ച് ദൈവത്തെ മതക്കൊണ്ടുള്ള പിശാചിന് വേണ്ടിയുള്ള രാഷ്ട്രീയ ഭ്രാന്താണ്. ആ അവസ്ഥ CPIക്കുണ്ട്. ആ അർത്ഥത്തിൽ നാം ഉറപ്പിച്ചു പറയുന്നു, ഈ സമരത്തിന്റെ എല്ലാ ലക്ഷ്യങ്ങളിലേക്കും പോകാൻ മതബോധമുള്ള എല്ലാ നീതിമാന്മാരുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സഹോദര ബന്ധമുണ്ടായിരിക്കും. കാരണം അവരും നമ്മളും ചെയ്യുന്നത് ഒരേ പോരാട്ടമാണ്. മതഭ്രാന്ത് ഫാസിസ്റ്റ് രാഷ്ട്രീയവുമായി കൂട്ടുചേരുമ്പോൾ മതത്തിൽ നിന്ന് ദൈവം കുടിയിറക്കപ്പെടും. അപ്പോൾ വിശ്വാസങ്ങൾക്ക് പാകം തെറ്റിപ്പോകും. അത് ഭ്രാന്തായി മാറും. അത്തരം ഭ്രാന്തായി മാറുന്ന കാഴ്ച ലോകം പലപ്പോഴും കണ്ടതാണ്. ജൂതമതത്തിന്റെ ഭ്രാന്തായി മാറിയപ്പോഴാണ് സിയോണിസം ഉണ്ടായത്. അതെ, അതുപോലെ തന്നെ ഇസ്ലാം മതത്തിന്റെ ഭ്രാന്തുണ്ടായപ്പോഴാണ് ISI ഉണ്ടായത്. അതാണ് ഇപ്പോൾ നാം കാണുന്ന പല പല തീവ്ര വർഗീയ ന്യൂനപക്ഷ പാർട്ടികളും. അതുപോലെ തന്നെയാണ് ഹിന്ദു മതഭ്രാന്തന് രാഷ്ട്രീയ വ്യാപകം വന്നപ്പോഴാണ് അത് ഹിന്ദുത്വവാദമായി മാറിയത്. ഹിന്ദുത്വവാദത്തിന് യഥാർത്ഥത്തിൽ ഹിന്ദു മതവുമായി ഒരു ബന്ധവുമില്ല. ശബ്ദത്തെ തോന്നുന്നതെന്തോ ബന്ധമുണ്ടെന്ന്. ആ ബന്ധം ശബ്ദത്തിൽ മാത്രമാണ്. ബാക്കി ഒന്നിലും ഹിന്ദുത്വമതത്തിന് ഹിന്ദുമതവുമായി ഒരു ബന്ധവുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ കാര്യം വിളിച്ചു പറയും. അതിനാൽ ലക്ഷ്യങ്ങളെപ്പറ്റിയുള്ള വ്യക്തത മാത്രമല്ല, അതിലേക്കുള്ള മാർഗത്തെപ്പറ്റിയുമുള്ള CPIയുടെ ബോധ്യം വ്യക്തമാണെന്ന് നമുക്ക് അഭിമാനപൂർവ്വം പറയാം. പാർട്ടി കോൺഗ്രസ് ആ ശരികൾക്ക് വീണ്ടും വീണ്ടും ഏറ്റവും ഉറച്ച അടിവര കുറിക്കുമെന്നും നമുക്കറിയാം. അതാണ് പാർട്ടി കോൺഗ്രസിന്റെ പ്രാധാന്യം. നാം അങ്ങോട്ട് പോകുകയാണ്. ഈ പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി നടക്കുന്ന എല്ലാ സംഘടനകളിലും ഇത്തരം വിഷയങ്ങളെ പറ്റിയാണ് കമ്മ്യൂണിസ്റ്റുകാർ ഗഹനമായ രാഷ്ട്രീയ ചർച്ച നടത്തുന്നത്. ആ ചർച്ചകളുടെ എല്ലാ ലക്ഷ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷത്തിനും കൂടുതൽ മൂർച്ചയുള്ള വ്യക്തത ആർജിക്കലാണ്. ആ വ്യക്തതയ്ക്ക് വേണ്ടിയാണ് നാം പോകുന്നത്. ഈ സമ്മേളനവും അതിനു വേണ്ടിയാണ് നമുക്കറിയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനങ്ങൾ തീർച്ചയായിട്ടും ചർച്ചയുണ്ടാകും. ചർച്ചകൾ വേണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചർച്ചകളെ വിലക്കുന്ന പാർട്ടിയല്ല. കമ്മ്യൂണിസ്റ്റ് ജനാധിപത്യ പാർട്ടിയാണ്. പാർട്ടിക്കകത്ത് ഓരോ സഹോദരമുള്ള അവകാശങ്ങളെ പറ്റിയെല്ലാം ഉറപ്പുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. അവയ്ക്കൊന്നും ഈ പാർട്ടി ഒരിക്കലും വിലങ്കരിക്കാൻ പോകുന്നില്ല, വെച്ചിട്ടുമില്ല. മറ്റേത് പാർട്ടിയേക്കാളേറെ പാർട്ടിക്കുള്ളിൽ ജനാധിപത്യ അവകാശങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ നിൽക്കുന്ന പാർട്ടിയാണ് CPI. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ ഘടകത്തിൽ ഏത് സഖാവിനും അഭിപ്രായങ്ങൾ ഏതും പറയാം. രാഷ്ട്രീയമായ അഭിപ്രായങ്ങൾ, ആശയ അഭിപ്രായങ്ങൾ, അതുപോലെ തന്നെ സംഘടനാ അഭിപ്രായങ്ങൾ, അതെല്ലാം പാർട്ടിക്കകത്ത് പറയാം. അതാണ് കമ്മ്യൂണിസ്റ്റ് രീതി. ആ രീതിയുടെ രാഷ്ട്രീയവും അച്ചടക്കത്തിന്റെ മൂല്യവും CPIക്ക് അറിയാം. ഈ സന്ദർഭം അതുകൊണ്ട് ചർച്ചകൾ വേണമെന്ന് പാർട്ടിക്ക് നിർബന്ധമുണ്ട്. ചർച്ചകൾ വേണം, വിമർശനങ്ങൾ വേണം. ആ ചർച്ചയും വിമർശനം എന്തിനു വേണ്ടിയാണ്? മുന്നോട്ട് പോകാൻ വേണ്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മൂർച്ചകളുള്ള തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാക്കാൻ വേണ്ടിയാണ്. അല്ലാതെ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെ ദുർബലമാക്കാൻ വേണ്ടിയല്ല. CPIക്ക് അത് പറയാം. അത് CPIക്ക് അറിയാം. ഓരോ CPIക്കാരനും പറയാം. ഈ ലക്ഷ്യം പറഞ്ഞുകൊണ്ട് പാർട്ടിക്കുള്ളിൽ ചർച്ചകൾ സാധ്യമായിരിക്കെ വേദിയുള്ളപ്പോൾ അങ്ങാടിയിൽ പോയി പാർട്ടിയെ ആരെങ്കിലും വിമർശിക്കുന്നതെങ്കിൽ അത് പാർട്ടിക്ക് വേണ്ടിയല്ല, അത് ശത്രുവിൻ്റെ കയ്യിലെ കളിയാണ്. ആ കളിക്കുന്നവരെ പാർട്ടിക്കറിയാം. അങ്ങാടി എന്ന് പറഞ്ഞാൽ ഈ യുഗത്തിൽ, ഈ കാലഘട്ടത്തിൽ അത് സോഷ്യൽ മീഡിയയാണ്. ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, അതെല്ലാം ഇപ്പോഴും അവയെല്ലാം രണ്ടു തലക്കിലും മോച്ചുള്ള വാളാണ്. ആ വാൾ കമ്മ്യൂണിസ്റ്റുകാർ ഉപയോഗിക്കേണ്ടത് ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം, നാടിന് വേണ്ടിയാകണം, സത്യത്തിന് വേണ്ടിയാകണം, ഭാവിക്ക് വേണ്ടിയാകണം, അത് പ്രകാശത്തെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാകണം.
ആ വഴി കെട്ടുന്നത്. അല്ലാതെ പാർട്ടിയെ വെട്ടാൻ വേണ്ടിയല്ല, പാർട്ടിക്കകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയല്ല, സഹാക്കളെ വെച്ചുകൊടുക്കാൻ വേണ്ടിയല്ല, ശത്രുവിന്റെ കയ്യിലെ വഴിയാകാൻ വേണ്ടിയല്ല. ആ പ്രവണതയുള്ള അപൂർവങ്ങളുണ്ടാകാം പാർട്ടിക്കകത്ത്. അവർ പാർട്ടിയെ തീർച്ചയായിട്ടും സ്നേഹിക്കുന്നവരല്ല. പാർട്ടികളുടെ മുഖച്ഛായ അടിഞ്ഞുകൊണ്ട് സത്യത്തിൽ പാർട്ടിക്കകത്തുള്ള അവകാശങ്ങളെല്ലാം ഉൾക്കൊള്ളാനും ഉപയോഗിക്കാൻ കൊട്ടക്കാതെ അവർ പാർട്ടി വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ വെട്ടക്കളയെ മാറുകയാണ്. അത്തരക്കാർ താൽക്കാലികമായി ഏതെങ്കിലും മാറ്റങ്ങളെ സന്തോഷിപ്പിക്കുമായിരിക്കാം. പാർട്ടിയെ എതിർക്കുവാൻ വേണ്ടിയുള്ള മാർഗമാനായിരുന്ന ഏതെങ്കിലും ചാനലുകൾക്കോ പത്രങ്ങൾക്കോ അവർ വേണമെങ്കിൽ ഒരു സഹായം ചോദിച്ചു കൊടുത്തേക്കാം. അതല്ലല്ലോ പാർട്ടി വഴി, അതല്ലല്ലോ കമ്മ്യൂണിസ്റ്റ് വഴി. കമ്മ്യൂണിസ്റ്റ് വഴിയെപ്പറ്റി നമുക്കറിയാം. ഇന്നൊരു വാർത്തകളുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി ഒരു പേപ്പറിനകത്ത്. പാർട്ടികളുടെ അംഗസംഖ്യ ഇടിഞ്ഞു വീണു, കണക്കെല്ലാം പറയുന്നു, ശതമാനവും പറയുന്നു. ആ പത്രം അറിയണം, അത് വായിച്ചവരെല്ലാവരും അറിയണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പിന്റെ സ്കൂട്ടറി നടക്കാൻ പോകുന്നതേ ഉള്ളൂ. ജൂലൈ മാസം 15 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗത്വത്തിന്റെ ചിത്രം വ്യക്തമാക്കും. കൃത്യകണ്ട് എനിക്കറിയില്ല, ആർക്കും അറിയില്ല, നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ജൂലൈ 15 ശേഷം എല്ലാ സ്ഥലങ്ങളിലുമുള്ള സ്കൂട്ടറി ഉണ്ടാകും, എല്ലാ ജില്ലകളിലും. അവിടെ വെച്ച് ഞങ്ങൾ മനസ്സിലാക്കുന്നു മെമ്പർഷിപ്പ് കൂടാം, ചിലപ്പോൾ കുറയാം. ഞങ്ങൾ മെമ്പർഷിപ്പ് ചേർക്കുന്നത് വോട്ടർ പട്ടിക വെച്ചിട്ടല്ല. വോട്ടർ പട്ടിക വെച്ച് വൺ നമ്പർ അത് CPIയുടെ വഴിയല്ല, അതല്ല ഇവിടെ വഴി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗത്തിന് വേണ്ട യോഗ്യത, ആ യോഗ്യത ഒന്നാം സ്ഥാനം നീതിബോധമാണ്, വർഗക്കൂറാണ്, രാജസ്നേഹമാണ്, സത്യത്തെ മുറുകെ പിടിക്കുന്ന വ്യഗ്രതയാണ്. അതാണ് ഗുണങ്ങൾ. ആ ഗുണമുണ്ടെങ്കിൽ ഒരാൾക്ക് കമ്മ്യൂണിസ്റ്റ് അംഗമാകാൻ വേണ്ടിയുള്ള അപേക്ഷ കൊടുക്കാം. ആ ഘടകം പരിഗണിക്കും. യോഗ്യമാണെങ്കിൽ അയാളെ മെമ്പറാക്കും, 6 മാസത്തെ കാൻഡിഡേറ്റ് അംഗമാക്കും. യോഗ്യനാണെങ്കിൽ അത് പിന്നീട് പൂർണ്ണംഗത്വം കൊടുക്കും. അല്ലാതെ വോട്ടർ ചേർക്കും പോലെ ചേർക്കാം. അങ്ങനെ മെമ്പർഷിപ്പിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയുള്ള CPIക്ക് ഇല്ല. CPIക്ക്. അതുകൊണ്ട് CPI പറയുന്നു മെമ്പർഷിപ്പ് കൂടാൻ കുറയാം, പക്ഷേ മെമ്പർമാർക്ക് കമ്മ്യൂണിസ്റ്റ് ഗുണങ്ങൾ വേണമെന്ന് നിർബന്ധമുണ്ട് CPIക്ക്. എല്ലാ പാർട്ടികളെ പറ്റിയും സമൂഹം പറയുന്നത് വഴിതെറ്റിപ്പോകുന്നുവെന്നാണ്, ലക്ഷ്യപ്പെടുന്നു പോകുന്നുവെന്നാണ്, പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ കൂട്ടാക്കുന്നില്ല എന്നാണ്. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളെല്ലാം ജനങ്ങളിൽ നിന്ന് നോക്കുന്നത് സംശയത്തോടു കൂടിയാണ്. ഈ അവസ്ഥ ഒരിക്കലും ജനാധിപത്യ വ്യവസ്ഥയെ ശക്തമാക്കാൻ പോകുന്നില്ല. ശക്തമായ ഡെമോക്രസിക്ക് വേണ്ടത് വിശ്വാസതയുള്ള പാർട്ടികളാണ്. ആ വിശ്വാസത്തെപ്പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉത്കണ്ഠയുണ്ട്, ആകാംക്ഷയുണ്ട്. ജനങ്ങൾക്കൊരു പാർട്ടി സ്വീകാര്യമാകണം. പൊതുവിൽ രാഷ്ട്രീയത്തെ പറ്റിയുള്ള വിശ്വാസമെല്ലാം തകർന്നു പോയാൽ, എല്ലാവരും കണക്കടന്നുകളാകെ പറഞ്ഞാൽ, ഒരു പാർട്ടിയും ഗുണമല്ല എന്ന് രാജ്യമാകെ പറഞ്ഞാൽ ഉറപ്പാണ് ആ ചിന്താഗതി ശക്തിപ്പെട്ടാൽ ജനാധിപത്യം മരിക്കും. അപ്പോൾ ഫാസിസ്റ്റ് വഴി എളുപ്പത്തിലാകും. വൻകിട കൊള്ളക്കാർക്ക്, കോർപ്പറേറ്റ് കൊള്ളക്കാർക്ക്, വർഗീയ ഭ്രാന്തിന്, ഫാസിസ്റ്റുകൾക്ക്, പുറപ്പാടന്മാർക്ക് എല്ലാം ജനങ്ങളെയും നാടിനെയും തട്ടിപ്പറിച്ചു കൊണ്ടുപോകാൻ അവസരമൊരുക്കും ആ വിശ്വാസ തകർച്ച. അതുകൊണ്ട് ആ തകർച്ച ഉണ്ടായിക്കൂടാ. അതിനാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉറപ്പൊക്കെ പറയുന്നു, ഓരോ പാർട്ടിക്കും ആ പാർട്ടിയുടെ ക്രെഡിബിലിറ്റി അഥവാ വിശ്വാസത പ്രധാനമാണ്. CPIക്ക് നിർബന്ധമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ ക്രെഡിബിലിറ്റി വേണം, വിശ്വാസത വേണം. ആ വിശ്വാസതയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗുണമെന്ന് CPIക്ക് അറിയാം. അത് പറയുമ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൂല്യങ്ങളെ പറ്റി പറയുന്നത്. അതിൽ കെട്ടുകഥയല്ല, ഇത് വെറും വർത്തമാനമല്ല. CPIക്ക് നിർബന്ധമുണ്ട്, മൂല്യങ്ങൾ വേണം. മൂല്യബോധം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മൗലികമായ ഗുണമാണ്. അതിൻ്റെ പേര് കമ്മ്യൂണിസ്റ്റ് മൂല്യമെന്നാണ്. കമ്മ്യൂണിസ്റ്റ് മൂല്യം സാരാംശം പണത്തിന്റെ പുറകെ വാലാട്ടിപ്പോകാൻ പാടില്ല എന്നാണ്. അതിന് പുറകെ അധികാരം, പദവി, സ്ഥാനമാനങ്ങൾ, ജാതിവിദ്വേഷം, മതഭ്രാന്ത്, അതിൻ്റെ എല്ലാ തടവിലേക്ക് പോയിക്കൊടുക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. ആ അർത്ഥങ്ങളെല്ലാമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൊതുവിൽ കമ്മ്യൂണിസ്റ്റ് മൂല്യബോധമെന്ന് വിളിക്കുന്നത്.
ആ മൂല്യപഥം CPIക്കുണ്ട്. ആ മൂല്യപഥത്തിനെ പറ്റി പഠിക്കുവാനും ഉൾക്കൊള്ളുവാനും തയ്യാറായവർക്ക് കമ്മ്യൂണിസ്റ്റ് അംഗമാകാം, അല്ലാത്തവർക്ക് പോകാം. CPI നിലപാട്. അതുകൊണ്ട് കൂടട്ടെ കുറയട്ടെ, പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാകും. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിൽ ഇന്ത്യയിലെയും കേരളത്തിലെ ഏറ്റവും കരുത്തുറ്റ ഇടതുപക്ഷ പാർട്ടിയായി CPI മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സംശയവാർക്കും വേണ്ട. ആ പോരാട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുന്നോട്ട് പോകാനതിൻ്റെ മാർക്സിസ്റ്റ് അടിത്തറയാണ് ഇത് കാണിക്കുന്നത്. ആ അടിത്തറയാണ് ഇടതുപക്ഷമാക്കുന്നത്. ഇടതുപക്ഷം ഒരു വെറും വാക്കല്ല, ഇടതുപക്ഷം ഒരു വിശ്വാസമാണ്, ഒരു വഴികാട്ടിയാണ്. പ്രകാശപ്രദമായി നാം കമ്മ്യൂണിസ്റ്റുകാർ അതിനെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ വിശ്വാസങ്ങളിൽ നമ്മുടെ പാർട്ടി വിലപ്പെട്ടതായി തന്നെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ഇന്നത്തെ ലോകത്തിൻ്റെയും ഇന്ത്യയുടെ അനുഭവം നമുക്ക് അറിയാവുന്നതാണ്. ആ അനുഭവങ്ങളെല്ലാം വെളിച്ചത്തിൽ നാം ഇടതുപക്ഷ ജനാധിപത്യ രാഷ്ട്രീയത്തെയും ബദലിനെയും ഉയർത്തിപ്പിടിക്കുന്നു. LDFിനെ നാം അതിൻ്റെ ഭാഗമായി കാണുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി LDF രാഷ്ട്രീയത്തിൻ്റെ പാർട്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ സംസ്ഥാനമായ ഈ കേരളത്തിലെ LDFിൻ്റെ പുറകിൽ ഏറ്റവും മഹത്തായ പങ്കുവഹിച്ച പാർട്ടികളെന്നും CPIക്ക് അറിയാം. എല്ലാവരും വലുതായി കാണുന്ന ഒന്നാണ് അധികാരം. രാഷ്ട്രീയത്തിൽ എപ്പോഴും വലിയ പദവിയായി കാണുന്ന മുഖ്യമന്ത്രി പട്ടത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ മുഖ്യമന്ത്രി പട്ടം പുല്ലായി വിളിച്ചവന്റെ പാർട്ടിയാണ്. ഒരു രാഷ്ട്രീയ ആശയത്തിന് വേണ്ടി, ഒരു മൂല്യത്തിന് വേണ്ടി. അങ്ങനെയാണ് ഇവിടെ LDF ഉണ്ടായത്. ഈ LDF അത്രമാത്രം CPIഎമ്മിൻ്റെതാണോ അത്രമാത്രമോ അതിനേക്കാൾ കൂടുതലോ LDF CPIയുടേതാണെന്ന് ഉറച്ച ബോധ്യമാണ് നമുക്ക്. അതുകൊണ്ട് CPI LDFിനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കും. LDF ആണ് ഫോർമുല എന്ന് നമുക്കറിയാം. LDFിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തിപ്പെടുത്തുക തന്നെ ചെയ്യും. ശക്തിപ്പെടുത്താൻ വേണ്ടി ആവശ്യമായ ചർച്ചകൾ, നിർദ്ദേശങ്ങൾ, വേണ്ടി വന്നാൽ വിമർശനങ്ങളും ഉണ്ടാകും. അതൊന്നും ലവലേശം LDFിന്റെ രാഷ്ട്രീയ ശരിയെ റദ്ദാക്കാൻ വേണ്ടിയല്ല. അതല്ല, LDFിന്റെ രാഷ്ട്രീയ ശരികളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്. ആ കാഴ്ചപ്പെടുന്ന വ്യക്തതയെ CPIക്കുണ്ട്. ആ വ്യക്തതയോടുകൂടി നിർദ്ദേശങ്ങൾ വയ്ക്കുവാനും കൈകോട്ട് പിടിക്കുവാനും ഒന്നിച്ചു പോരാടാനും എല്ലാം ശ്രമിക്കുമ്പോൾ തന്നെ അനിവാര്യമായ മാറിയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിമർശിക്കുമ്പോഴും ഓരോ CPIക്കാരുടെ പറയാം LDF ആണ് നാടിൻ്റെ വഴിയെന്ന്. LDFിനെ നാം അതുകൊണ്ട് പ്രിയപ്പെട്ട ഒരു വഴികാട്ടിയെ തന്നെ ഇന്നും നാളെയും ചേർത്ത് പിടിക്കും. ഈ നാടിൻ്റെ പ്രതീക്ഷ LDFിലാണ്. ഇന്ത്യയിലാകത്തിൻ്റെ വലതുപക്ഷത്തിൻ്റെ ഇരുട്ട് പടരുകയാണ്. BJP അതിൻ്റെ എല്ലാ ഭീകരഭാവങ്ങളുമായി പാവങ്ങളെയും പണിയെടുക്കുന്നവരെ ആക്രമിക്കുമ്പോൾ അവർക്ക് വേണ്ടി ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള ഗവൺമെൻറ്റായി നിൽക്കാനും ഗവൺമെൻറ്റുണ്ട് കേരളത്തിൽ. തെക്കേ കോണിൽ ഈ ഗവൺമെൻറ് അതുകൊണ്ട് ഇന്ത്യക്ക് തന്നെ വഴികാട്ടിയാണ്. CPIക്ക് ആ കാര്യവും അറിയാം. LDF ഗവൺമെൻറ് കൊച്ചു കേരളത്തിന് മാത്രമല്ല, ഇന്ത്യ വഴി നേടുമ്പോൾ ആ വഴിയായിട്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക്, ഇടതുപക്ഷക്കാർക്ക് എവിടെയും ചൂണ്ടിക്കാണിക്കേണ്ട മാർഗം ഈ മാർഗമാണ്. തെക്കേ കോണിൽ ഈ കേരളത്തിൽ നാം കൊടുത്തു വെച്ച വഴിയാണ് വാസ്തവത്തിൽ ഭാവി ഇന്ത്യക്കുള്ള രാഷ്ട്രീയമായ മോചനപാതകളെന്ന് CPIക്ക് അറിയാം. ആ വ്യക്തത CPIക്ക് നല്ല വണ്ണമുണ്ട്. അതുകൊണ്ട് CPIക്ക് ഈ LDFിനെ സ്വന്തമായിട്ടല്ലാതെ കാണാൻ കഴിയുകയില്ല. LDFിന്റെ ഓരോ ചേരിയെയും CPI അതുകൊണ്ട് തന്നെ ഈ കണ്ണോട് കാണും. അവിടെയാണ് LDFിന്റെ ഇടതുപക്ഷാശയങ്ങളുടെ മൂല്യങ്ങളെ, ആ യാത്രകളുടെ ശരികളെ ശക്തമാക്കാൻ വേണ്ടിയുള്ള ഈ പറഞ്ഞ ചർച്ചകൾ, നിർദ്ദേശങ്ങൾ, അഭിപ്രായ പ്രകടനങ്ങൾ, ചിലപ്പോൾ വിമർശനങ്ങൾ എല്ലാം വേണ്ടി വരുമ്പോൾ അതെല്ലാം ചെയ്യുമ്പോഴും ഈ കാഴ്ചപ്പാട് CPIക്കുണ്ട്. ആർക്കും ഇതിനെപ്പറ്റി വ്യാമോഹം വേണ്ട. CPIക്ക് ഉറപ്പായും പറയാം LDF ആണ് ഇന്നത്തെയും നാളത്തെയും വഴിയെന്ന്. ആ വ്യക്തതയും CPIക്കുണ്ട്. രാഷ്ട്രീയ പ്രമേയവും ആ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അതിനെയാണ് നാം പൊതുവിൽ പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ ബദൽ എന്ന്, ലെഫ്റ്റ് ആൻഡ് ഡെമോക്രാറ്റിക് ഓൾട്ടർനേറ്റീവ്. അതിൻ്റെ പ്രതീകമാണ് ഈ കേരളം.
ഇവിടുത്തെ LDF വിത്ത് ഗവൺമെൻറ്. ഈ ഗവൺമെൻറ്റിനെ നാം കണ്ണിലെ കൃഷ്ണമണിയെപ്പോലെ കാണുന്നു. കുറവുകളെ നാം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരു ആശുപത്രിയിൽ വെച്ച് ഒരു സ്ത്രീ മരിച്ചു. കണ്ണൂരിലേക്ക് രാവിലെ പുറപ്പെടേണ്ട ഞാൻ പാർട്ടി തീരുമാനപ്രകാരം ആ യാത്ര മാറ്റിവെച്ച് വൈക്കത്ത് പോയിരുന്നു. തലവേലപ്പറമ്പിൽ ആ വീട്ടിൽ പോയിരുന്നു. പണി പൂർത്തിയാകാത്ത കൊച്ചു വീട്ടിൽ പൊട്ടിക്കരയുന്ന അച്ഛനെയും മക്കളെയും ഞാൻ കണ്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. പാർട്ടി അത്തരം പാവങ്ങളുടെ വികാരങ്ങളെ ഉൾക്കൊള്ളാൻ കെൽപ്പുള്ള പാർട്ടിയാണ്. അവരുടെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. വോട്ട് ചെയ്യുമ്പോൾ നാം ചോദിക്കുന്നില്ല അവരുടെ വോട്ട് CPIക്കാണോ, CPMനാണോ, LDFനാണോ, കോൺഗ്രസിനാണോ, BJPക്കാണോ ചോദിക്കുന്നില്ല. ദുരിതമുണ്ടായ വീട്ടിൽ ഏറ്റവും പ്രിയപ്പെട്ട അമ്മ മരിച്ച മക്കളെ കാണുമ്പോൾ, ഭാര്യ പോയ ഭർത്താവിനെ കാണുമ്പോൾ, മകളെ ചൊല്ലി കേഴുന്ന അമ്മയെ കാണുമ്പോൾ CPIക്കാർക്ക് ആ വികാരം മനസ്സിലാക്കും. ആ വികാരമാണ് കമ്മ്യൂണിസം. ആ സ്നേഹമാണ് കമ്മ്യൂണിസം. ഉറപ്പായി CPIക്ക് അറിയാം ഒരാളും വോട്ട് കുറവുണ്ടാക്കി അപകടമല്ല. അപകടമുണ്ടായി, അത് പരിഹാരവും വേണം. അല്ലാതെ അപ്പോൾ ആ മരണത്തെ സർക്കാരിന് അടിക്കേണ്ട വഴിയാക്കി മാറ്റാൻ വേണ്ടിയുള്ള വാദം ഉയർത്തിയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയും ഞങ്ങൾ ആ രാഷ്ട്രീയത്തിൻ്റെ ആപത്ത് തിരിച്ചറിയുന്നുണ്ട്. അത് CPIക്ക് ആ തിരിച്ചറിവ് CPIക്കുണ്ട്. ആ കുടുംബത്തെ സഹായിക്കും ഗവൺമെന്റ്. ആ സഹായത്തിൻ്റെ പരിധിയെപ്പറ്റി ക്യാബിനറ്റ് തീരുമാനിക്കും. ആ കുടുംബത്തെ കൈവിടില്ല LDF ഗവൺമെന്റ്, കൈവിടില്ല. പാവങ്ങളെ കൈവിടാത്ത, ഒരു വീഴ്ച പറ്റിയാൽ ആ വീഴ്ച അംഗീകരിക്കുന്ന, തിരുത്താൻ കൂട്ടാക്കുന്ന രാഷ്ട്രീയമാണ് ഇടതുപക്ഷ രാഷ്ട്രീയം. അതിൻ്റെ പേരാകുന്നു LDF എന്ന്. അതിനാൽ തലയോലപ്പുറത്തിലെ ആ കുടുംബത്തിൽ മരിച്ചുപോയ സ്ത്രീയെപ്പറ്റി കേഴുന്ന ആ മക്കൾക്കും അമ്മയ്ക്കും ഭർത്താവിനും വിശ്വസിക്കാം LDF ഗവൺമെന്റ് അവരുടെ കൂടെ ഉണ്ടാകും, അവരെ സഹായിക്കും, കൈവിടില്ല അവരെ. ആ ഒത്തതിയാണ് LDFന് വേണ്ടത്. അത് LDFനുണ്ട്. ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പങ്ക് തീർച്ചയായിട്ടും CPI വഹിച്ചിട്ടുണ്ട്, നാളെയും വഹിക്കും. CPIക്ക് ആ വ്യക്തതയെ പറ്റിയാണ് എവിടെയും പറയാനുള്ളത്. സഹാക്കളെ ഞാൻ പലവട്ടം പറഞ്ഞ് വ്യക്തത എന്ന വാക്ക്, ആ വാക്ക് CPIയുടെ മുഖമുദ്രയാണ്. ആശയ വ്യക്തത, രാഷ്ട്രീയ വ്യക്തത, അതിൻ്റെ കൂടെ സംഘടനാ ജാഗ്രത, അതാണ് CPI. അതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ പാർട്ടിക്ക് ഇനിയും മുന്നോട്ട് പോകണം. ഈ കാലം ആവശ്യപ്പെടുന്നത് കരുത്തുറ്റ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. പാർട്ടി വലുതാവുകയാണ് എല്ലാ രംഗത്തും. ഈ കണ്ണൂരിലും അതെ, പണ്ടാരോ പറഞ്ഞില്ലേ, പാർട്ടി ആഫീസിൽ സന്ധ്യ പറയുന്നയാൾ വിളക്കത്ത് കൊളുത്തി വയ്ക്കാൻ ആളെ കിട്ടാൻ പോകുമെന്ന്. ആ കാലമൊക്കെ ഇനി ആരും ഓർക്കുക പോലുമില്ല. ഈ പാർട്ടിക്ക് എല്ലായിടത്തും ആഫീസുണ്ട്. ഇപ്പോൾ എല്ലാ ആഫീസിലും വെളിച്ചമുണ്ട്. ആ വെളിച്ചം കൊടുത്തു വയ്ക്കുന്ന ആൾക്കാരുണ്ട്, പോട്ടകന്മാരുണ്ട്. ആ വെളിച്ചത്തെ സ്നേഹിക്കുന്ന ജനങ്ങൾ എല്ലാ ഗ്രാമങ്ങളിലുമുണ്ട്. CPI കണ്ണൂരിലടക്കം എല്ലാ സ്ഥലങ്ങളിലും വളരുന്ന പാർട്ടിയാണ്. പക്ഷേ CPIക്ക് അറിയാം ആ ഒരക്ഷ പോരാ, അത് പോരാ, അത് മതിയാകുന്നില്ല നമുക്ക്. ഈ കാലഘട്ടം നമ്മളെല്ലാം ഏൽപ്പിച്ച കർത്തവ്യങ്ങളുടെ ഭാരം ഓർക്കുമ്പോൾ ആ ഭാരം പൊട്ടിക്കരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനിയും വലുതാകണം, ഇനിയും വളരണം. എല്ലാ സമ്മേളനങ്ങളുടെയും പ്രധാനപ്പെട്ട ഒരു പരിഗണനാ വിഷയം അതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തിപ്പെടുത്തണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഈ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയ കടമകൾ തുടക്കാൻ പ്രാപ്തമായ പോരാടുന്ന പാർട്ടിയാക്കി മാറ്റണം. ജനങ്ങൾക്ക് വഴി കാണിക്കുന്ന, അവരുടെ വിശ്വാസപാർട്ടിക്ക് കൽപ്പുള്ള പാർട്ടിയാക്കിയ CPIയെ മാറ്റണം. ആ വഴിയിലുള്ള യാത്രയെപ്പറ്റിയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ആ അർത്ഥത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അതിൽ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെപ്പറ്റി നാം നിരന്തരമായ പാർട്ടിയെ പഠിപ്പിക്കും. ആ പഠനങ്ങളുടെ ഭാഗമായിട്ട് പാർട്ടി അടിപൊളി വിദ്യാഭ്യാസം വേണ്ടി വരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിന് രാഷ്ട്രീയത്തിൻ്റെ വെളിച്ചമില്ലെങ്കിൽ അത് വെറും ഒരു പുറന്തോടായി പോകും. ഇന്നത്തെ ഇന്ത്യക്ക് വേണ്ടത്, കേരളത്തിന് വേണ്ടത് ഒരു പുറന്തോടല്ല, ഉൾക്കാമ്പുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, ആശയ ഉറപ്പുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, പോരാട്ട വീരമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയാണ് നമ്മുടെ അന്വേഷണം. സമ്മേളനങ്ങളെല്ലാം അതിലേക്കുള്ള വഴികാട്ടിയിട്ട് മറുകൊണ്ട്
നമുക്കെല്ലാം ഉറപ്പുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കം മുമ്പ് ഒന്നുകൂടെ പറയട്ടെ. അത് വേറൊന്നുമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പറയുമ്പോൾ നമ്മുടെ പാർട്ടിയുടെ മഹത്തായ പങ്കിനെപ്പറ്റിയും നാം പറയേണ്ടതുണ്ട്. ആരാണ് ആദ്യമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പൂർണ്ണ സ്വരാജ് എന്ന് പറഞ്ഞ പാർട്ടി? CPI ആണ്. ആരാണ് ആദ്യമായി ഇന്ത്യയിൽ കൃഷിക്കാരെ സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത പാർട്ടി? CPIക്കാരാണ്. ആരാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രസ്ഥാനം AISF 36 കെട്ടിപ്പടുക്കാനായി മുൻനിന്നവർ? കമ്മ്യൂണിസ്റ്റുകാരാണ്. ആരാണ് IPTA എന്ന് പറയുന്ന ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ എന്ന മഹത്തായ സാംസ്കാരിക പ്രസ്ഥാനം കെട്ടിപ്പടുക്കാനായി മുമ്പിൽ നിന്നവരാരാണ്? കമ്മ്യൂണിസ്റ്റുകാർ. ആരാണ് 1920 AITC ജന്മം കൊടുക്കാനായി മുന്നിട്ടിറങ്ങിയവർ? അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഔദ്യോഗികമായി ജനിച്ചിട്ടില്ല. പക്ഷെ 20 തന്നെ AITC പറഞ്ഞു. അതിൻ്റെ ഈ പുറകിൽ ആദ്യമായി രാഷ്ട്രീയ നീങ്ങിയവർ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. ഇതാണ് CPI. എല്ലാത്തിൻ്റെയും പുറകിൽ ഈ രാഷ്ട്രീയമുണ്ട്, ഈ പാർട്ടിയുണ്ട്, ഈ ആശയമുണ്ട്, ഈ സാക്കളുണ്ട്. അതൊരു ഭൂതകാലത്തിൻ്റെ ഓർമ്മ മാത്രമല്ല. 100 കൊല്ലം പൂർത്തിയാക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറയാൻ കഴിയും, ഇതിൻ്റെ എല്ലാം പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നാം പറഞ്ഞത് അന്ന് പൂർണ്ണമായ സ്വരാജ് എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞ് ഇവിടെ ഉണ്ടായിട്ടുള്ള എല്ലാത്തിൻ്റെയും പുറകെ CPI ഇല്ലേ? ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വലിയ കാര്യവെപ്പായിരുന്നു ബാങ്കുകളുടെ വിശസൽക്കരണം, ബാങ്ക് നാഷണലൈസേഷൻ, നിർത്തലാക്കൽ. അതെങ്ങനെ ഉണ്ടായതെങ്ങനെയാണ്? സാമ്പത്തിക രംഗത്തും രാഷ്ട്രീയ രംഗത്തുമുള്ള ഏറ്റവും വലിയ മാറ്റമായിരുന്നു അത്. ആ കാലത്തും ഈ കാലത്തും മോദി ഗവൺമെന്റ് അന്നല്ല ഇപ്പോൾ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാ ബാങ്കുകളെയും ഇൻഷുറൻസിനെയും എല്ലാം ലോകത്തെ തന്നെ കൊള്ളക്കാർക്കായി അവരിപ്പോൾ കൈമാറാൻ പോകുകയാണ്. അതെല്ലാം നടക്കുമ്പോൾ നാം മറന്നു പോകാൻ പാടില്ല. അതിൻ്റെ എല്ലാം തുടക്കത്തിൽ 69 ഈ സ്വകാര്യ സമ്പാദ്യങ്ങളെല്ലാം കൊള്ളക്കാർ കൊള്ളകണ്ടച്ച സ്ഥാപനങ്ങളെയെല്ലാം നാടിൻ്റെ വാക്കി മാറ്റിയതായിരുന്നു 69 ആ നടപടി, ബാങ്ക് നാഷണലൈസേഷൻ. എന്നാണ് പ്രിവിപ്പേഴ്സ്? രാജാക്കന്മാർ പണ്ട് രാജാക്കന്മാരായിരുന്നു. രാജവാഴ്ച പോയി, ജനാധിപത്യം വന്നു. പക്ഷേ പൊതുഖജനാവിലെ കോടാനുകോടി പണം അവർക്ക് എല്ലാ മാസവും കൊടുക്കണം. മാലിക് ഖാൻ പേരിൽ പ്രിവിപ്പേഴ്സ് കൊടുത്തുകൊണ്ടേയിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞു അത് പാടില്ല.